പോസ്റ്റർ മൊത്തത്തിൽ ട്രെയിലറും പോസ്റ്ററും കണ്ട് ശ്രദ്ധിച്ച കാര്യം ഞങ്ങൾ പറയുന്നുണ്ട് സൈബർ റിലേറ്റഡ് ക്രൈം മൂവിയാണെന്നുണ്ട്. പക്ഷെ അതിലൊരു ക്ലാസിക് അല്ലെങ്കിൽ മിത്തോളജി ടച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ ഡാൻസർ ആയ ഒരാളെ വേണം. അപ്പൊ എന്താണ് അതിന്റെ ഒരു സോ അച്യുതാവതാരത്തില് അച്യുത പറയുന്ന ഒരു കുട്ടി ഇവിടെ ട്രഡീഷണൽ ആണ്, വളരെ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ അവിടെ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പോലും നമുക്ക് എനിക്കൊന്ന് ഇതിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് പോലും പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ചില സമയത്ത് തടസ്സങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇന്നർ ഫെയ്ത്ത് ആയിരിക്കും. സോ ഇവിടെ അവളുടെ ആ ഒരു സ്പിരിച്വാലിറ്റി ആണ് അവൾ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കുന്ന ഒരു എലമെന്റ് അച്യുതയ്ക്ക്. സോ ഈ ഫിലിമിലും ഇതൊരു സൈബർ ക്രൈം ത്രില്ലർ ആണെങ്കിൽ പോലും ഇതിലൊരു സ്പിരിച്വാലിറ്റി എലിമെന്റ് നമ്മൾ അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. സോ ഇവിടെ സ്പിരിച്വാലിറ്റീനെ എന്താ പറയുക, ഒരു രണ്ട് എലിമെന്റ് ഉണ്ട്. ഒന്ന് ആ പവർ തന്നെയാണ്, വേറൊന്നാണ് ഡാൻസ്. സോ ഇത് രണ്ടും ഒരുമിച്ചാണ് ഇവളെ എപ്പോഴും അച്യുത എന്നുള്ള അവളുടെ ഒരു ട്രൂ ക്യാരക്ടറിനോട് അവൾ എപ്പോഴും കൊണ്ടുവരുന്നത് ഈ രണ്ട് എലിമെന്റ് ആണ്. സോ അതാണ് നമ്മുടെ ഈ ഫിലിമില് ഇവളെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്യണതും. എന്നിട്ട് ആ ഒരു കോയിൻസിഡൻസ് എന്ന് നമ്മൾ അവള് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സ്പിരിച്വലി അവളൊരു പ്രൊട്ടക്ട് ചെയ്ത ഒരു ഷീൽഡ് ത്രൂ അവൾക്ക് ഒരു ആ ബബിള് ത്രൂ ഉണ്ടാവുന്ന ഒരുപാട് എക്സ്പീരിയൻസസ് ആണ്. സോ അത് അവൾക്ക് പോലും അത് അവളുടെ ഒരു ക്ലൈമാക്സ് ആ ഫിലിം എന്താവുമ്പോഴാണ് അവൾക്കും റിയലൈസ് ചെയ്യുന്നത് ഇവൾ എന്തൊക്കെയാണ് ഇവള് നേരിടേണ്ടി വന്നത്. അതൊക്കെ അവൾക്കൊരു സ്പിരിച്വൽ ടെസ്റ്റ് പോലെയായിരുന്നു അവൾക്കും. ആൻഡ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും അത് കോയിൻസിഡന്റ്ലി അല്ല അവര് വന്നത്, ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ അതിന്റെ ഒരു ഗൈഡൻസും കൂടി ഉള്ളത് കൊണ്ടായിരുന്നു അച്യുതയ്ക്ക് ആ ഒരു ഒരു ഇഷ്യൂനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതും. ആ ഇഷ്യൂ അവളുടെ ലൈഫിൽ വന്നത് തന്നെ അവളുടെ ഒരു കറേജ് ടെസ്റ്റ് ചെയ്യാനാണ്. സോ അച്യുത എന്ന ക്യാരക്ടർ ഇപ്പൊ ആൾക്കാര് ഫിലിം കാണുവാണെങ്കിൽ it will be relatable to most of the people who watch it. കാരണം ഡേ ടു ഡേ നമ്മളത് എപ്പോഴും we go through a lot of these situations in a daily basis. So ആ സമയത്ത് അവളുടെ ഒരു കറേജ് മേ ബി it will also inspire a lot of audience who watch this. സോ അവിടെയാണ് ഈ സ്പിരിച്വൽ എലിമെന്റ് വരുന്നത്. പക്ഷെ ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദിസ് ഫിലിം എനിക്ക് സോ ഈ ഫിലിം തുടങ്ങിയത് തന്നെ ആ പേര് കേട്ടിട്ടാണ്. അപ്പൊ അവര് അച്യുത എന്ന് മാത്രമേ അവര് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പേര്. സോ ഞാനൊരു വളരെ സ്പിരിച്വലി ഇൻക്ലൈൻഡ് പേഴ്സൺ ആണ്. എനിക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു മെന്റലി എനിക്കൊരു എപ്പോഴും ക്ലാഷ് ഉണ്ടാവാറുണ്ട്. എനിക്ക് വിഷ്ണുവിന് ഇഷ്ടമാണ്, ദേവീനെ ഇഷ്ടമാണ്, ശിവനെയും ഇഷ്ടമാണ്. ബിക്കോസ് ഐ എം എ ഡാൻസർ, സോ ഐ ലൈക്ക് ഓൾ ദീസ് ത്രീ. സോ ഇവരെ എപ്പോഴും എനിക്ക് ഒന്നിനെക്കാളും മികച്ചതെന്ന് എനിക്ക് എപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഫിലിം I think it's divinely guided me to this path because പേരില് അച്യുത, അതില് വിഷ്ണുവിന്റെ പേരുണ്ട്. ആൻഡ് ഒരുപാട് പ്രസൻസിലും ആ ഒരു ദൈവത്തിന്റെ ഒരു പ്രസൻസ് ഇതില് ഫിലിമിലുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിലിമിന്റെ ഉള്ളിൽ തന്നെ ദേവിയുടെ ഒരുപാട് പ്രസൻസ് ഉണ്ട്. ദേവിയുടെ പിന്നെ തെയ്യത്തിന്റെ ഒരുപാട് പ്രസൻസ് ഉണ്ട്. ആൻഡ് ശിവന്റെ ആ ഒരു പ്രസൻസ്, ആ ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ വളരെ ഒരു മാഗ്നിഫൈഡ് വേയിലാണ് അവളുടെ ആ ഒരു ഡാൻസിന്റെ എലിമെന്റ് ത്രൂ നമ്മൾ കാണിക്കുന്നത്. സോ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ട് എനിക്കും അത് വളരെ ഒരു എന്താ പറയുക ഡിവൈൻലി ഗൈഡഡ് ആയിട്ട് തോന്നി. സോ എങ്ങനെയാണോ അച്യുതയ്ക്ക് എൻഡിലാണ് അവൾക്ക് മനസ്സിലാവുന്നത് എല്ലാം ഡിവൈൻലി ഗൈഡഡ് ആയിരുന്നു എന്ന് അവൾക്ക് എങ്ങനെയാണോ മനസ്സിലായത്, അതേപോലെ തന്നെ എനിക്കും. കാരണം ഫ്രം ദി ബിഗിനിങ് നടക്കുന്ന ഓരോ ടൈമിംഗ് ആയിക്കോട്ടെ ഒരുപാട് എനിക്ക് ഡിവൈൻ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ത്രൂ ഔട്ട് ദിസ് ഫിലിം. സോ ഇത് വെറും ഒരു സൈബർ ക്രൈം ത്രില്ലർ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുന്നില്ല, ഇറ്റ്സ് മോർ ദൻ ദാറ്റ് ഫോർ മീ ഓൾസോ. സോ അങ്ങനെ വരുമ്പോഴും ഈ ഫിലിമിന്റെ ആ ഒരു പവർ എനിക്ക് എക്സൈറ്റ് ആണ് ചെയ്യുന്നത് ഓഡിയൻസിലോട്ട് കൊണ്ടുവരാൻ. ബിക്കോസ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഇതൊരു ന്യൂ എക്സ്പെരിമെന്റ് ആണ്. ഒരു സ്പിരിച്വൽ വേൾഡിനും ഒരു ഫാന്റസി എലിമെന്റും ഉണ്ട്. സോ ആ ഫാന്റസി വേൾഡ് അലോങ് വിത്ത് സൈബർ ക്രൈമും നമ്മളൊരു മിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക്സും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ചാലഞ്ചസും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ബട്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഡിവൈൻ എക്സ്പീരിയൻസസുമായി. So it was an all-together package for all of us actors. So ഇത് ഓഡിയൻസിലോട്ട് നമ്മൾ തിയേറ്റേഴ്സിൽ കൊണ്ടുവരുമ്പം അവർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. സോ തന്നെ ഓഡിയൻസിലോട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് വിഷ്വൽ ട്രീറ്റ് ആവട്ടെ, അവര് എന്താ സ്വീകരിക്കട്ടെ ആശംസിക്കുന്നു. Thank you so much. Thank you. I think we didn't let you ask a lot of questions. But you have covered everything.
Thank or you is so this much. only the last phase of that classical thing? Yes, yes. Anyway, thank you so much. Thank you so much. Thank you so much.